ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 135ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമനീതി മന്ത്രിയായ അംബേദ്കറിന് 1990-ൽ മരണാനന്തരം പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി രാഷ്ട്രം ആദരിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർല, കേന്ദ്രമന്ത്രിമാർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, മറ്റ് പാർലമെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ പാർലമെന്റ് മന്ദിരത്തിലെ ബാബാ സാഹിബിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. അംബേദ്കർ ജയന്തി ദിനമായ ഇന്ന് സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നിയമസഭാ സമുച്ചയത്തിലെ അംബേദ്കർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ബാബാ സാഹിബ് അനുസ്മരണം സംഘടിപ്പിച്ചു. ഡോക്ടർ അംബേദ്കറുടെ ദർശനങ്ങൾക്ക് അനുസൃതമായി എല്ലാവരെയും ഉൾച്ചേർത്തുകൊണ്ടുള്ള നയങ്ങളാണ് സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫ് നിയമ ഭേദഗതി പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നും ആദിവാസി ഭൂമി സംരക്ഷിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിയാനയിലെ ഹിസാറിലും യമുനാനഗറിലും വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിച്ചു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ ജനകേന്ദ്രീകൃതവും ശാസ്ത്രീയവുമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ന്യൂഡൽഹിയിൽ നടന്ന അഖിലേന്ത്യാ ഫോറൻസിക് സയൻസ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീതി തേടുന്നവർക്ക് സമയബന്ധിതമായി നീതി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ BR അംബേദ്കറുടെ ജന്മവാർഷിക ദിനത്തിൽ പട്ടികജാതി സംവരണ പുനർഘടനാ നിയമം തെലങ്കാന സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി നടപ്പിലാക്കി. ഇതു സംബന്ധിച്ച് പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവ് പ്രകാരം ആനുകൂല്യങ്ങളുടെ തുല്യമായ വിതരണം ഉറപ്പാക്കുന്നതിനായി സംസ്ഥാനത്തെ 56 പട്ടികജാതി വിഭാഗങ്ങളെ 3 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഗുജറാത്ത് തീരത്ത് വൻ മയക്കുമരുന്ന് വേട്ട. ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡും ഇന്ത്യൻ തീര സുരക്ഷാ സേനയും സംയുക്തമായി നടത്തിയ തിരച്ചിലിനിടെയാണ് 1800 കോടി രൂപ വിലമതിക്കുന്ന 300 കിലോഗ്രാം മെത്താംഫെറ്റാമൈൻ പിടിച്ചെടുത്തത്. സംസ്ഥാനത്തിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗങ്ങൾ മറ്റന്നാൾ രാവിലെ മതമേലധ്യക്ഷന്മാരുടെ യോഗം നടക്കും. വൈകിട്ട് 3:30-നാണ് സർവകക്ഷി യോഗം. 2 യോഗങ്ങളും ഓൺലൈനായാണ് ചേരുക. കേരളത്തെ ദാരിദ്ര്യമുക്തമാക്കാൻ ലക്ഷ്യമിട്ട് ഫലപ്രദമായ പദ്ധതികൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരികയാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. 10 രൂപയ്ക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കുന്ന കൊല്ലം കോർപ്പറേഷന്റെ ഗുഡ് മോർണിംഗ് കൊല്ലം പദ്ധതിയുടെ ഉദ്ഘാടനം ചിന്നക്കട ബസ് ബേയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഇംഗ്ലീഷ് മീഡിയം പാഠപുസ്തകങ്ങൾക്ക് ഹിന്ദി തലക്കെട്ടുകൾ നൽകാനുള്ള NCERTയുടെ തീരുമാനം യുക്തിരഹിതമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഹിന്ദി സംസാരിക്കാത്ത മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ തന്നെ ഭാഷാ വൈവിധ്യത്തെ സംരക്ഷിക്കാനും പ്രാദേശിക സാംസ്കാരിക സ്വാതന്ത്ര്യത്തിന് മുൻതൂക്കം നൽകാനും കേരളം പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശബരിമലയിൽ പൂജിച്ച സ്വാമി അയ്യപ്പന്റെ ചിത്രം ആലേഖനം ചെയ്ത സ്വർണ്ണ ലോക്കറ്റുകളുടെ വിതരണോദ്ഘാടനം ദേവസ്വം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. 2 ഗ്രാം, 4 ഗ്രാം, 8 ഗ്രാം എന്നിങ്ങനെ വ്യത്യസ്ത തൂക്കത്തിലുള്ള ലോക്കറ്റുകൾ ലഭ്യമാണ്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ വിഷു ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ ക്ഷേത്രങ്ങളിലും വീടുകളിലും വിഷുക്കണി ഒരുക്കിയും കണി കണ്ടും കൈനീട്ടം നൽകിയും സദ്യ ഒരുക്കിയുമാണ് പ്രധാനമായും ആഘോഷം നടന്നത്. പ്രധാന ക്ഷേത്രങ്ങളിൽ വിഷുക്കണി കാണാനും വിഷു കൈനീട്ടം വാങ്ങാനും പുലർച്ചെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ അഴിമുഖം മണൽ മൂടിയതിനാൽ മത്സ്യബന്ധനം മറ്റ് ഹാർബറുകളിലേക്ക് മാറ്റാൻ തീരുമാനം. ഇതു സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളികളുമായി സർക്കാർ ചർച്ച നടത്തുമെന്നാണ് റിപ്പോർട്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ കനത്ത മഴ. കണ്ണൂർ ജില്ലയിൽ ശക്തമായ കാറ്റിൽ പലയിടത്തും നാശനഷ്ടമുണ്ടായി. ഇടുക്കി ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അതേസമയം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ വ്യത്യസ്ത വാഹന അപകടങ്ങളിൽ 2 മരണം. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാനപാതയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരിയായ കൊടിയത്തൂർ സ്വദേശിനി നസീറയാണ് മരിച്ചത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാതയിൽ ഓമശ്ശേരി മൂടൂരിൽ ബൈക്ക് പോസ്റ്റിലിടിച്ച് അതിഥി തൊഴിലാളിയായ ബീഹാർ സ്വദേശി ബിറ്റു സിംഗ് മരിച്ചു. സ്ത്രീകൾ മാത്രം പങ്കാളികളായ ആദ്യ ബഹിരാകാശ ദൌത്യം വിജയകരം. ബ്ലൂ ഒറിജിൻ കമ്പനിയുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറൻ ടെക്സാസിൽ നിന്നാണ് സംഘം യാത്ര തുടങ്ങിയത്. പോപ്പ് ഗായിക കാറ്റി പെറിയും സംഘത്തിലുണ്ടായിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.